നമസ്കാരം. വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർധനവിൽ വലഞ്ഞ് ജനം. 3 രൂപ മുതൽ 46 രൂപ വരെ വില കൂടും. കൂട്ടിയിട്ടും ഇപ്പൊ ഏകദേശം സപ്ലൈകോ പൂട്ടുന്ന പോലെ തന്നെയല്ലേ കിടക്കുന്നത്. വില കൂട്ടിയ ജനങ്ങൾക്ക് ജീവിക്കാനാകാത്ത അവസ്ഥ അല്ലേ ഉണ്ടാകുക. ഒരു രക്ഷയില്ല, ഇങ്ങനെ പോവന്നെ. ജനങ്ങൾ അങ്ങനെ ജീവിക്കുന്നുള്ള സർക്കാർ വേറെ വഴിയിലൂടെ കണ്ടെത്തുകയല്ലാതെ ഇപ്പോൾ എന്താ പറയുക. വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. വില വർധനയെ ന്യായീകരിച്ച് ഭക്ഷ്യമന്ത്രി. വയനാട്ടിലെ വന്യമൃഗശല്യം തടയാൻ നടപടികളുമായി സർക്കാർ. CCF റാങ്കിലുള്ള സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും. തീരുമാനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിൽ. ഓപ്പറേഷൻ ബേലൂർ മഖ്ന ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. അരുൺ സക്കറിയ നാളെ വയനാട്ടിലെത്തും. ഗണേഷ് കുമാറും ആന്റണി രാജുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പുതിയ തലത്തിലേക്ക്. ഇലക്ട്രിക് ബസ്സുകളുടെ ഉദ്ഘാടന പരിപാടിയിലേക്ക് ആന്റണി രാജുവിനെ ക്ഷണിച്ചില്ല. ഉദ്ഘാടനത്തിന് മുൻപ് ബസ്സുകൾ സന്ദർശിച്ച് ആന്റണി രാജു. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഇലക്ട്രൽ ബോണ്ട് സ്കീം റദ്ദാക്കി സുപ്രീം കോടതി. ആദായ നികുതി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധം. ഇലക്ട്രൽ ബോണ്ട് സ്കീം വിവരാവകാശ നിയമത്തിന്റെ ലംഘനം. രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന സംഭാവന അറിയാൻ വോട്ടർക്ക് അവകാശമുണ്ടെന്നും കോടതി. ഗവർണർക്കെതിരെ പ്രതിഷേധം തുടർന്ന് SFI. തൃശൂരിൽ ഇന്നും ഗവർണർക്ക് നേരെ കരിങ്കൊടി. സുരക്ഷയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടേത് ഇരട്ടത്താപ്പെന്ന് ഗവർണർ. രാജ്കോട്ട് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ മികച്ച നിലയിൽ. ആദ്യ ദിനം 5 വിക്കറ്റ് നഷ്ടത്തിൽ 326 റൺസ് എന്ന നിലയിൽ. രോഹിത് ശർമ്മയ്ക്കും രവീന്ദ്ര ജഡേജയ്ക്കും സെഞ്ചുറി. വാർത്തകളിലേക്ക് വിശദമായി. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്ക് 3 രൂപ മുതൽ 46 രൂപ വരെ കൂടും. 37 രൂപയുടെ മുളകിന് 82 രൂപ കൊടുക്കണം. തുവരപ്പരിപ്പ് 1 കിലോയ്ക്ക് കൂടിയത് 46 രൂപ. 2016 അധികാരമേറ്റതിന് ശേഷം ഇടത് സർക്കാർ നൽകിയ വാഗ്ദാനം ഇതോടെ പാഴ്വാക്കാകുകയാണ്. മിന്നലടിക്കും പോലെയാണ് സപ്ലൈ